നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 5G എന്ന് പറയുന്നൊരു സ്മാർട്ട് ഫോണാണ്. 23,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച്. ഗംഭീര ഫോണാണ്. അത് നമ്മൾ ആദ്യം തന്നെ പറയാം, ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞേക്കാം, ഗംഭീര ഫോണാണ്, ഒരു സംശയമില്ല. ഇനി ബോക്സ് ആൻഡ് പ്രൈസിങ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് 68 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. ഒരു ഹാർഡ് കേസ്, ഒരു ഹാർഡായിട്ടുള്ള കേസാണ്. TPU കേസ്, പ്ലാസ്റ്റിക് കേസല്ല, കട്ടിയുള്ള കേസ് തന്നെ. അതും കളറിനോട് യോജിക്കുന്ന രീതിയിലുള്ള കേസാണ് തരുന്നത്. പിന്നെ സാധാരണഗതിയിൽ വരുന്ന പോലെ തന്നെ സിം ടൂൾ, ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബോക്സിൻ്റെ പ്രത്യേകത അത് റീസൈക്കിൾഡ് ബോക്സാണ്. സോ മോട്ടറോള അതിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ബോക്സ് റീസൈക്കിൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനം എടുത്ത് കളയുന്നില്ല, നല്ല കാര്യം. ഈ പ്രൈസിങ് നോക്കുവാണെങ്കിൽ 8,128 നിങ്ങൾക്ക് 23,000 രൂപയ്ക്കും, 12,256 നിങ്ങൾക്ക് 25,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. 2,000 രൂപയുടെ ഇൻട്രഡക്ടറി ഓഫർ നിങ്ങൾക്ക് ICICI ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ കിട്ടും. സോ നിങ്ങൾക്ക് എഫക്റ്റീവ് പ്രൈസ് 21,000 രൂപയാണ്. 21,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റും, ഒരു സംശയമില്ല, എടുക്കാൻ പറ്റും. ഭയങ്കര എന്തൊക്കെ നിങ്ങൾ ഹാർഡ് കോർ ഗെയിമിംഗ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഞാൻ പറയാം എന്തൊക്കെ ഉപയോഗങ്ങൾക്കാണ് ഈ ഫോൺ പറ്റുക എന്നൊക്കെ ഉള്ളത് കൺക്ലൂഷനിലേക്ക് പറയുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഡിസൈൻ അത്യാവശ്യം കൊള്ളാം, അത്യാവശ്യം പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഡിസൈനാണ്. 3 കളേഴ്സിലാണ് വരുന്നത്. ഫോറസ്റ്റ് ബ്ലൂ, ഹോട്ട് പിങ്ക്, മാർഷ്മെല്ലോ ബ്ലൂ. ഈ 3 കളേഴ്സിൽ നിങ്ങൾക്ക് ഈ ഫോറസ്റ്റ് ബ്ലൂ എന്ന് പറയുന്ന പർട്ടിക്കുലർ വേരിയൻറ്റിൽ PMMA ആക്രിലിക് ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. ബാക്കി 2 വേരിയൻസിൽ, അതായത് ഹോട്ട് പിങ്കിലും മാർഷ്മെല്ലോ ബ്ലൂവിലും നിങ്ങൾക്ക് ഈ ഒരു വീഗൻ ലെതർ ഫിനിഷാണ് ബാക്കിൽ വരുന്നത്. ഇനിയിപ്പം ഗ്ലാസ് ബാക്ക് ആയാലും വീഗൻ ലെതർ ആയാലും നിങ്ങൾക്ക് ഫ്രെയിംസ് പ്ലാസ്റ്റിക് തന്നെയാണ് കിട്ടുന്നത്. ബാക്കിൽ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഫിംഗർ പ്രിൻറ്റ്സ് സ്മഡ്ജസ് ഒന്നും വരില്ല, വൃത്തികേടായി പോവില്ല. സോ അതാണ് ഇതിൻ്റെ ഒരു ബിൽറ്റ് ടൈപ്പ് വരുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒന്നാണ് ഇതിന് IP68 വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ വെള്ളത്തിൽ പിടിച്ച് മുക്കിയാലും യാതൊരു വിഷയമില്ല, നിങ്ങൾ നല്ല സുഖത്തിൽ ഫോൺ ഓടിക്കാൻ പറ്റും. 177 ഗ്രാം വെയിറ്റും 7.9 mm തിക്നെസ്സുമാണ് വരുന്നത്. സോ ലൈറ്റ് വെയിറ്റ് ആണ്, തിന്നാണ്, ഹോൾഡ് ചെയ്യാൻ നല്ല സുഖം ഉണ്ടാവും, പ്രീമിയം ഫീലും കിട്ടും. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. SD കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. ഡ്യുവൽ സിം കാർഡ് ഓൺലിയാണ്, നിങ്ങൾക്ക് 2 സിം ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ സ്പെഷ്യലായിട്ട് ജസ്റ്റ് അങ്ങ് പറഞ്ഞേക്കാം, USB വേർഷൻ 2.0 ആണ് ടൈപ്പ് സി പോർട്ട് വരുന്നത്. 3.2 ഇതിൻ്റെ മുകളിലുള്ളതിന് കൊടുത്തിട്ടുണ്ട്, 50 Proയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 മൈക്രോഫോൺ വരുന്നുണ്ട്. ഒന്ന് സൈഡിലും വരുന്നുണ്ട്, പിന്നെ ഒന്ന് ടോപ്പിൽ നോയിസ് ക്യാൻസലേഷൻ, പിന്നെ താഴെ നോർമൽ മൈക്രോഫോൺ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചസിന്റെ ഫുൾ HD+P OLED സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ടിപ്പിക്കൽ മോട്ടറോള BLOD തന്നെയാണ് കൊടുക്കാറുള്ളത്. അതും നല്ല കാര്യം തന്നെയാണ്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, നല്ല കാര്യം. 10 ബിറ്റിൻ്റെ 1.07 ബില്യൺ കളർ ഷെയ്ഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന പാനലാണ്. ചെറുതായിട്ട് കർവായിട്ടുള്ള പാനലാണ് കൊടുത്തിരിക്കുന്നത്. സോ കർവ്ഡ് സ്ക്രീനും കൂടിയാണ്. നല്ല അടിപൊളി സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഉള്ള, നല്ല കാണാൻ നല്ല രസമുള്ള, ബെസൽസും ചിഹ്നമൊക്കെ അത്യാവശ്യം നല്ല കുറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇവിടെ HDR സപ്പോർട്ട് ഈ ഫോണിന് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ HDR ഇല്ല, നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും HDR ഇട്ടില്ല. പക്ഷേ വൈഡ് ബാൻഡ് എലിമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. ഇനി ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ നിങ്ങൾക്ക് 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് വെട്ടത്തിലും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഓവറോൾ മൾട്ടിമീഡിയ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ, ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ഒരു പെർഫോമൻസ് കാറ്റഗറി നോക്കുവാണെങ്കിൽ Qualcomm Snapdragon 7S Gen 2 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് Realme 12 Proയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ Poco X6ലും നമ്മൾ ഈ ചിപ്സെറ്റ് കണ്ടിട്ടുണ്ട്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ചിപ്സെറ്റ് ആണ്. സോ ബാറ്ററി എഫിഷ്യൻ്റ് ആണ് അത്യാവശ്യം. പിന്നെ LPDDR4Xും UFS 2.2 ആണ് കൊടുത്തിരിക്കുന്നത്. UFS 3.1 കൊടുക്കാമായിരുന്നു, പക്ഷേ റിവ്യൂസ് കണ്ടതനുസരിച്ച് അവർ പറയുന്നത് ഏകദേശം നല്ല സ്പീഡ്, ഈ ഒരു പ്രൈസ് റേഞ്ചിനൊത്ത നല്ല സ്പീഡ് തന്നെ, റീഡ് റൈറ്റ് സ്പീഡ്സ് ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാകും. മോട്ടറോളേൻ്റെ ഒരു ചെറിയ പ്രത്യേകതയാണത്. അത്യാവശ്യം ഈ റീഡ് റൈറ്റ് സ്പീഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. 6,11,000 ഓർത്തൻ്റെ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 84% CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് സ്കോർസൊക്കെ കിട്ടുന്നത്. പിന്നെ ഗെയിമിൽ 60 FPS COD കളിക്കാൻ പറ്റും. 35 FPS 40 FPSൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇമ്പാക്റ്റ് കളിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ നോർമൽ ഡെയിലി ലൈഫ് കാര്യങ്ങളും 144 ഹെർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല പക്കയായിട്ട് വൃത്തിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു
പ്രത്യേക ഗെയിമിംഗ് ഫോണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ 25,000 രൂപ താഴെ പോക്കോ X6ഉം X6 Pro ഒക്കെ വരുന്നുണ്ട്. സോ അതിന് നോക്കുക, Dimensity 8300 Ultra എന്നൊക്കെ പറയുന്ന ചിപ്സെറ്റാണ് അവിടെ വരുന്നത്. സോ അത് ഭീകര ഗെയിമിംഗ് ആയിരിക്കും, അത് നോക്കുക. പക്ഷെ ഇതൊരു ഗെയിമിംഗ് എന്നുള്ള നിലയിലല്ല, ഒരു ഓൾറൗണ്ട് ഉപയോഗത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുക. ഇനി ബാറ്ററി സെക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ദിവസം 1.5 ദിവസമൊക്കെ നിൽക്കും. മോഡറേറ്റ് യൂസേജ് ആണെങ്കിൽ, നല്ല ഹെവി യൂസേജ് ആണെങ്കിൽ ഒരു ദിവസം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു 68 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 45 മിനിറ്റ് കൊണ്ട് 0 to 100% ഒരു കുഴപ്പമില്ലാതെ ചാർജ് ചെയ്യാനും പറ്റും. സോ ചാർജിങ് സ്പീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി സെക്ഷനും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ച് ഇവർ ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കുമ്പോൾ Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. പിന്നെ വിത്ത് ഹലോ UI ആണ് വരുന്നത്. പണ്ട് മൈയോക്സ് ആയിരുന്നു, ഇപ്പം ഹലോ UI ആണ് കൊടുക്കുന്നത്. ക്ലീൻ UI ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലോട്ട്വെയർ ആഡുകളൊന്നുമില്ല. ബ്ലോട്ട്വെയർ ഫ്രീ ആണ്, ആഡ് ഫ്രീ ആണ്, നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റും. 3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. സോ നിങ്ങൾക്ക് അതും കുറച്ച് ഫ്യൂച്ചർ പ്രൂഫാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റെഡി ഫോറിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്, മോട്ടറോളയുടെ ഗസ്റ്റേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതിലൊന്നും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. മോട്ടറോളയുടെ സ്വന്തം സെക്യൂരിറ്റി സംഭവമായിട്ടുള്ള തിങ്ക് ഷീൽഡിൻ്റെ സംഭവം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്ക് വരുന്നുണ്ട്, Wi-Fi 6, Bluetooth 5.2 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, 15 5G ബാൻഡ്സ് വരുന്നുണ്ട്, ഡ്യുവൽ 4G വോൾട്ടിയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 4x4 മ്യൂമോയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ട് ഈ ഒരു ഫോൺ, വാട്ടർ റേറ്റിംഗ് ഈ ഫോണിന് വരുന്നുണ്ട്. പിന്നെ USB വേർഷൻ 2.0 ആണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്തിൽ LSTC LDAC കോഡക്കുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നൊരു വിഷയം വരാൻ പോകുന്നില്ല. ഇനി ഈ ഫോൺ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് നോക്കിയ സമയത്ത് ഒരു നോർമൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതാണ് കണ്ടത്. അതായത് ഭയങ്കര പ്രത്യേക മോട്ടറൊന്നും കൊടുത്തിട്ടില്ല, ഒരു നോർമൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് സോണിയുടെ സെൻസറാണ് 50 മെഗാപിക്സലിൻ്റെ 50 മെഗാപിക്സലിൻ്റെ സോണി LYT700C എന്ന് പറയുന്ന ഒരു സെൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സെൻസർ അടിപൊളി സെൻസർ തന്നെയാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടൊക്കെ വരുന്നത്. സോ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടും ഈ ഒരു സെൻസറിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 13 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വേറെ ഗിമ്മികളൊന്നും കൊടുത്തിട്ടില്ല. സോ മാക്രോ ഡെപ്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കാര്യം. മാത്രമല്ല നിങ്ങൾക്ക് അൾട്രാ വൈഡ് ക്യാമറ മാക്രോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാക്രോയിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. 32 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സെൽഫിയിൽ നിങ്ങൾക്ക് 4K കിട്ടുന്നുണ്ട്, ബാക്കിൽ നിങ്ങൾക്ക് 4K കിട്ടുന്നുണ്ട്. പക്ഷേ 4K 30 FPS ആണ്. അത് ബാക്കിലായാലും ഫ്രണ്ടിലായാലും 4K 30 FPS ആണ്, പക്ഷേ കിട്ടുന്നുണ്ട്. ആൻഡ് ബാക്കിൽ നിങ്ങൾക്ക് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു. സോ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ്റെ കൂടെ നിങ്ങൾക്ക് 4K കിട്ടും. അതായത് നിങ്ങൾ സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് 4K 30 എടുക്കാൻ പറ്റുക. അൾട്രാ വൈഡിൽ നിങ്ങൾക്ക് 4K 30 എടുക്കാൻ പറ്റും. ഓഡിയോ സൂം, ഹൊറൈസൺ ലോക്ക്, ഇങ്ങനെയുള്ള മോട്ടോറോളയുടേതായ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇംപ്രൂവ്ഡ് ക്യാമറ പെർഫോമൻസ് ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് ഓവറോൾ കളർ കൺസിസ്റ്റൻസിയും ഹ്യൂമൻ സബ്ജക്ട് എടുക്കുന്ന സമയത്തും പിന്നെ പോർട്രേറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് മോട്ടറോൾ ഇംപ്രൂവ് ആയി വരികയാണ്. ഇനി കൺക്ലൂഷനിലേക്ക് നോക്കുന്ന സമയത്ത് ക്യാമറ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒത്ത ക്യാമറയാണ് ഇവരോട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോട്ടോറോളയുടെ മാർക്കറ്റ് ഷെയർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഫോണുകൾ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ക്ലിയർ റെക്കമെൻഡേഷനാണ്, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് 23,000 രൂപയ്ക്ക് എടുക്കാം, ഒരു സീനുമില്ല. കാരണം ഇപ്പോൾ ഇത് ഗെയിമിംഗ് ഫോൺ എന്നുള്ള രീതിയിലൊന്നുമല്ല, ഭയങ്കര ഇൻഡെപ്ത് ക്യാമറ എന്നുള്ള രീതിയല്ല. പക്ഷെ നിങ്ങൾക്ക് ഓൾറൗണ്ട് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നടന്നു പോകണം. ജസ്റ്റ് ഒരു നോർമൽ ഹ്യൂമനാണ് നിങ്ങൾ. എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് വരുന്നു, അല്ലാണ്ട് ഭയങ്കര ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ ഭയങ്കര ഗെയിമിങ്ങോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നടന്നു പോകണം. ഒരു ഫംഗ്ഷനൊക്കെ ഫോട്ടോ എടുക്കണം, ജസ്റ്റ് കാഷ്വൽ ഗെയിമിങ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അധികം ഹാങ്ങും ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ കയ്യിൽ 25,000 രൂപ താഴെയുള്ളൂ എന്നുണ്ടെങ്കിൽ എടുക്കാം, ഒരു സീനുമില്ല, എടുക്കാം. ജസ്റ്റ് ഓൾട്ടർനേറ്റീവ്സും കൂടി നോക്കുക. പോക്കോ X6ഉം റിയൽമി റെഡ്മി അങ്ങനെ നോക്കുക എന്നുള്ളതും കൂടിയാണ്. ഈ ഫോൺ എന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഉറപ്പിച്ച് പറയാം. ഇന്നത്തെ വീഡിയോ എത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും ബെല്ലൈക്കൺ ഓർത്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ടെക് റിലേറ്റഡും ഓട്ടോമൊബൈൽ റിലേറ്റഡ് കണ്ടന്റിനും വേണ്ടി നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.